നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിലെ ആയുർവേദ മെഡിക്കൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉടുമ്പൻചോലയിൽ തുടങ്ങുന്ന ആയുർവേദ മെഡിക്കൽ കോളേജ് അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിന്റെ കേന്ദ്രമാക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ സാമൂഹ്യ വിരുദ്ധ സംഘം നീക്കം നടത്തുന്നതായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സഞ്ചാരികൾക്ക് മനം നിറയ്ക്കും കാഴ്ചവിരുന്നൊരുക്കുന്ന മൂലമറ്റം ത്രിവേണി സംഗമവും തൂക്കുപാലവും ടൂറിസം സ്പോട്ടായി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴൊക്കെയും ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. വാർത്തകൾ വിശദമായി. ജില്ലയിലെ ആയുർവേദ മെഡിക്കൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉടുമ്പൻചോലയിൽ തുടങ്ങുന്ന ആയുർവേദ മെഡിക്കൽ കോളേജ് അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിന്റെ കേന്ദ്രമാക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ KC ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ റെൻസ് P. വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ ആയുർവേദ മെഡിക്കൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉടുമ്പൻചോലയിൽ തുടങ്ങുന്ന ആയുർവേദ മെഡിക്കൽ കോളേജ് അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിന്റെ കേന്ദ്രമാക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സർക്കാർ പൊതുജനാരോഗ്യ പരിപാടികളിൽ ആയുർവേദ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, സ്കൂൾ ഹെൽത്തിലും സ്കൂൾ പാഠ്യപദ്ധതിയിലും ആയുർവേദത്തിന് പ്രാധാന്യം നൽകുക തുടങ്ങിയവയും യോഗം മുന്നോട്ട് വെച്ചു. സർക്കാർ സ്വകാര്യ മേഖലയിലെ ആയുർവേദ ഡോക്ടർമാരുടെ പൊതുസംഘടനയായ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ വാർഷിക കൗൺസിൽ സമ്മേളനം തൊടുപുഴയിൽ വെച്ച് നടന്നു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അജിത് കുമാർ KC ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മളെ കുറിച്ച് എങ്ങനെയാണ്, എത്ര പേർക്ക് അറിയാം എന്നറിയില്ല, സമൂഹം ഇത് അറിയുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ അലോപ്പതി ഒരു മെഡിക്കൽ കോളേജ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് ഇപ്പോ ഒന്നുകൂടി പറഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ ആയുർവേദത്തിൽ മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്നതാണ്. 1869 തിരുവനന്തപുരം ആയുർവേദ കോളേജ് ആവട്ടെ, അല്ലെങ്കിൽ 1917 കോട്ടക്കൽ ആയുർവേദ കോളേജ് ആവട്ടെ, 26 തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ആവട്ടെ, ഈ രീതിയിൽ വളരെ കൃത്യമായ രീതിയിൽ ചികിത്സാ സംവിധാനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ആയുർവേദം കടന്നുപോയിക്കൊണ്ടിരുന്നത്. ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ റെൻസ് P. വർഗീസ് അധ്യക്ഷനായി. എറണാകുളം സോൺ പ്രസിഡന്റ് ഡോക്ടർ സീനിയ അനുരാഗ് സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ടും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ MS നൌഷാദ് സംഘടനാ പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ അരുൺ രവി M. ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടും ഡോക്ടർ സൗമിനി സോമനാഥ് വനിതാ കമ്മിറ്റി റിപ്പോർട്ടും അവതരിപ്പിച്ചു. തൊടുപുഴ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ KR സുരേഷ്, അടിമാലി ഏരിയ പ്രസിഡന്റ് ഡോക്ടർ അന്ന റാണി, ഡോക്ടർ PA ജോർജ്, ഡോക്ടർ ടോമി ജോർജ്, ഡോക്ടർ ശ്രീകുമാർ, ഡോക്ടർ അജിത് ചെർക്കൽ എന്നിവർ പ്രസംഗിച്ചു. ജില്ലയിലെ തൊടുപുഴ, അടിമാലി, കട്ടപ്പന, കുമളി ഏരിയകളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ക്യാൻസർ ചികിത്സ നവീന കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ നടന്ന ശാസ്ത്ര പഠന ക്ലാസ്സിന് സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ CD സഹദേവൻ നേതൃത്വം നൽകി. സോഷ്യൽ മീഡിയയിലെ കലാപ്രവർത്തനത്തിലൂടെ മികവ് തെളിയിച്ച ഡോക്ടർ സതീഷ് വാര്യരെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പുരസ്കാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഡോക്ടർമാരെയും സമ്മേളനത്തിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഡോക്ടർ റെൻസ് P. വർഗീസ്, സെക്രട്ടറി ഡോക്ടർ അരുൺ രവി M., ട്രഷറർ ഡോക്ടർ ജോർജ് പൗലോസ്, വനിതാ ചെയർപേഴ്സൺ ഡോക്ടർ സൗമിനി സോമനാഥ്, വനിതാ കൺവീനർ ഡോക്ടർ ശില്പ വിജയൻ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാനഡയിലെ ജോർജിയൻ കോളേജ് സംഘം കോതമംഗലം ഗ്ലോബൽ എഡുവിൽ സെമിനാർ നടത്തി. വിദേശ വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ മികച്ച സേവന പാരമ്പര്യമുള്ള മധ്യ കേരളത്തിലെ പ്രധാന സ്ഥാപനമാണ് കോതമംഗലം ഗ്ലോബൽ എഡു. സെമിനാറിൽ നിരവധി വിദ്യാഭ്യാസ വിദഗ്ധരും വിദ്യാർത്ഥികളും പങ്കെടുത്തു.
കാനഡയിലെ ജോർജിയൻ കോളേജ് സംഘം കോതമംഗലം ഗ്ലോബൽ എജ്യുവിൽ സെമിനാർ നടത്തി. വിദേശ വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ മികച്ച സേവന പാരമ്പര്യമുള്ള മധ്യ കേരളത്തിലെ പ്രധാന സ്ഥാപനമാണ് കോതമംഗലം ഗ്ലോബൽ എജ്യു. സെമിനാറിൽ നിരവധി വിദ്യാഭ്യാസ വിദഗ്ധരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകൾ, തൊഴിൽ സാധ്യതകൾ, കാനഡയിലെ വിദ്യാഭ്യാസ രംഗത്തുള്ള മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമായി സെമിനാറിൽ ചർച്ച ചെയ്തു. കാനഡയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 100ഓളം കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജോർജിയൻ കോളേജ്. 2024 മെയ് 31 വരെ ജോർജിയൻ കോളേജിലേക്ക് കോതമംഗലം ഗ്ലോബൽ എജ്യു വഴി അപേക്ഷിക്കുമ്പോൾ നിലവിൽ നൽകി വരുന്ന അപേക്ഷാ ഫീസായ $100 നൽകേണ്ടതില്ല. 2024 സെപ്റ്റംബർ 2025 ജനുവരി വരെയുള്ള ഇൻടേക്കുകൾക്ക് ഇപ്പോഴേ അപേക്ഷിക്കാവുന്നതാണെന്ന് ജോർജിയൻ കോളേജ് അധികൃതർ അറിയിച്ചതായി മെന്റർ അക്കാദമി ഡയറക്ടർ ആശാ ലില്ലി തോമസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ സാമൂഹ്യ വിരുദ്ധ സംഘം നീക്കം നടത്തുന്നതായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. രാത്രികാലങ്ങളിൽ ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ കടന്നു കയറി മദ്യപാനവും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവും നടത്തിവരുന്നത് പതിവായതിനെ തുടർന്ന് ആശുപത്രി അടച്ചുപൂട്ടി സുരക്ഷിതമാക്കി. മുൻവശത്ത് ഗേറ്റ് സ്ഥാപിച്ച് അനാവശ്യ പ്രവേശനം പൂർണ്ണമായും ഒഴിവാക്കി. ഇതിൽ സാമൂഹ്യ വിരുദ്ധർ ആശുപത്രിക്കെതിരെ കുപ്രചരണം അഴിച്ചുവിട്ട് ജീവനക്കാരുടെ മനോവീര്യം തകർക്കാനുള്ള ഗൂഢനീക്കമാണ് നടത്തുന്നത്. പ്രതിദിനം 150 രോഗികൾക്ക് കൃത്യമായി ചികിത്സ നൽകി വരുന്ന ആതുരാലയമാണിത്. സംസ്ഥാന സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിലൂടെ വൈകുന്നേരം പ്രവർത്തിക്കുകയും ഡോക്ടർമാരുടെ സേവനം ലഭിക്കുകയും ചെയ്യുന്നു. മെഡിക്കൽ ഓഫീസർ അവധിയിലാണെങ്കിലും മറ്റ് 3 ഡോക്ടർമാരുടെയും 31 ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം കൃത്യമായി ലഭിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്നും ശമ്പളം നൽകി 1 ഡോക്ടർ, 1 ഫാർമസിസ്റ്റ്, 1 ലാബ് ടെക്നീഷ്യൻ എന്നിവരെ പ്രത്യേകം നിയമിച്ച് ജനങ്ങൾക്ക് സേവനം നൽകി വരുന്നു. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിലെ കിടപ്പ് രോഗികളുടെ പരിചരണവും മരുന്ന് വാങ്ങി നൽകലും നടന്നുവരുന്നു. ഈ ഭരണസമിതിയുടെ കാലയളവിൽ 2.5 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് ഗേറ്റ് സ്ഥാപിച്ചത്. രാത്രികാലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ ആശുപത്രി കോമ്പൗണ്ടിനകത്ത് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് തടഞ്ഞതാണ് ചിലർ ഇപ്പോൾ നുണപ്രസ്താവനകളുമായി ഇറങ്ങാൻ കാരണമായിട്ടുള്ളത്. ആശുപത്രിയുടെ പ്രവർത്തനം ഏറ്റവും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. രോഗികൾക്കുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് 12-13 സ്റ്റാഫാണ്. നേഴ്സ് സ്റ്റാഫ്, ഡോക്ടർമാർ, ഫാർമസിസ്റ്റ്, അങ്ങനെയുള്ളവരെ കണക്ക് കൂട്ടുമ്പോൾ ചീട്ട് കൊടുക്കുന്ന സ്ഥലത്തിരിക്കുന്നവർ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ 10-13 പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ആശാപ്രവർത്തകരുണ്ട്, പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫീൽഡിൽ പോകുന്ന ആൾക്കാരുണ്ട്, കടപരിശോധന മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, പാലിറ്റീവ് രോഗികളെ കാണാൻ പോകുന്ന സ്ഥിതിയുണ്ട്. നല്ല രീതിയിൽ പാലിറ്റീവിയുടെ പ്രവർത്തനം നടക്കുന്നു. ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജിന്റെ അടുത്തുനിന്ന് പോലും നമ്മുടെ ആശുപത്രിയിൽ. വാർത്താ സമ്മേളനത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജി ചാക്കോ, മെമ്പർമാരായ പ്രഭാ തങ്കച്ചൻ, ടി നൌഷാദ്, രാജു ജോസഫ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സഞ്ചാരികൾക്ക് മനംനിറയ്ക്കും കാഴ്ചവിരുന്നൊരുക്കുന്ന മൂലമറ്റം ത്രിവേണി സംഗമവും തൂക്കുപാലവും ടൂറിസം സ്പോട്ടായി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയമായ മൂലമറ്റം പവർ ഹൌസിൽ നിന്നും വൈദ്യുതോൽപാദന ശേഷം പുറന്തള്ളുന്ന ജലവും നച്ചാർ, മണപ്പാടിയാർ എന്നീ 2 പുഴകളുടെയും സംഗമസ്ഥാനമായ ഇവിടം ദൃശ്യമനോഹര കാഴ്ചയാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. വിദൂരദേശത്തെ സഞ്ചാരികൾക്കിടയിൽ അധികം അറിയപ്പെടാത്ത പ്രദേശമാണ് മൂലമറ്റം ത്രിവേണി സംഗമം. 3 ജലസ്രോതസ്സുകൾ കൂടിച്ചേരുന്നതിന്റെ നേർക്കാഴ്ച കാണാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. നിരവധി സിനിമകളുടെ ചിത്രീകരണവും ഈ പ്രദേശത്ത് നടത്തിയിട്ടുണ്ട്. അറുക്കളം വലിയാറിന് കുറുകെയുള്ള തൂക്കുപാലത്തിന്റെയും 3 ആറുകൾ ചേരുന്ന ത്രിവേണി സംഗമത്തിലെയും കാഴ്ചകൾ വ്യത്യസ്തമാണ്. എൻ്റെ പേര് നിതിൻ. ഞാൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യണം ബാംഗ്ലൂരിൽ. ഞാൻ ഇവിടെ ലീവിനൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് ചാടുന്ന എനിക്ക് ഭയങ്കര ഒരു മനസ്സിൻ്റെ ഒരു ആശ്വാസം തരുന്നൊരു ആയിട്ട് ഞാനിവിടെ വന്ന് ചാടുന്നതാണ്. ഇത് ജിജോ, കോട്ടയത്താണ്. ഇവരെ എപ്പോൾ ഇവിടെ വന്നാലും ഇവനിവിടെ വരാൻ ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇവനെ വിളിച്ചുകൊണ്ടിരുന്ന് വരുന്നത്. ഞാൻ ഇതിൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ പേര് ജിജോ. അപ്പോൾ ഞാൻ അയർക്കുന്ന മാറുവാനെന്ന് എന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്. അവിടെ ഞങ്ങളുടെ അടുത്തോടെ മീനച്ചിലാർ ഒഴുകുന്നുണ്ടെങ്കിൽ പോലും ഈ വേനൽക്കാലത്തൊന്നും അവിടെ അത്ര സജീവമായിട്ട് ഒഴുക്കില്ല. അതുകൊണ്ട് തന്നെ വെള്ളമാണെങ്കിലും ഒത്തിരി മലിനമാണ്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഇവൻ്റെ കൂടെ ഒരു കൂടിയിട്ട് 8 വർഷമായി. ആ 8 വർഷം ഞങ്ങൾക്ക് അവധി കിട്ടുമ്പോൾ എല്ലാം ഞാനിവിടെ വരും. കാരണം വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ഇവിടെ എപ്പോൾ വന്നാലും ഒരു ജലസമൃദ്ധിയുണ്ട്, നല്ല ഒഴുക്കുണ്ട്, ഒരു തണുപ്പുണ്ട് വെള്ളത്തിന്. പിന്നെ ഈ പ്രകൃതി രമണീയതയും ഇവിടെ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളെല്ലാം ഒത്തിരി വന്ന് നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ ഒരു ആകർഷമായ കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ ലീവ് കിട്ടുന്നു അവനോട് ഞാൻ ചോദിച്ചു ഇവിടെ വന്ന് 2 ദിവസം സ്റ്റേ ചെയ്ത് ഇവിടെ കുളിച്ചിട്ട് പോകും. പിന്നെ ഈ മൂലമറ്റം എന്നുള്ള ഏരിയയും ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന ഈ വെള്ളമൊക്കെ നമുക്ക് അത് ഇവിടെ വരുമ്പോൾ തന്നെ പുറത്തുള്ള 2 പേരോട് പറയുന്നത് നമുക്ക് സന്തോഷമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എപ്പോഴും ഇവിടെ വരിക എന്നുള്ളതും ഇവിടെ വന്ന് ചാടുക, കുളിക്കുക എന്നുള്ളതൊരു വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. അപകടരഹിതമായി ഇവിടെ വെള്ളത്തിലിറങ്ങുന്നതിനും കുളിക്കുന്നതിനും സൗകര്യമുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തൂക്കുപാലം കാണാനും അതിൽ കയറാനും സെൽഫി എടുക്കാനും മറ്റും ഒട്ടേറെ ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ലോ റേഞ്ചിൻ്റെ
കവാടമായിട്ടുള്ള ഇടുക്കി കവല അശോകവലയിൽ നിന്നും 1.5 കിലോമീറ്ററോളം മാറിയാലുള്ള നമ്മളുടെ ത്രിവേണി സംഗമമാണ് വിദേശികളെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ ആകർഷിക്കുന്ന ഒന്ന്. അതിൻ്റെ നല്ല നടത്തിപ്പിനും ഇല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും സൗകര്യപ്രദമാകുന്ന രീതിയിൽ അത് സഞ്ചാരയോഗ്യമാക്കുന്ന വഴികളും അതോടൊപ്പം തന്നെ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്ത് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വഴിയോരങ്ങൾ വൃത്തിയാക്കുക ചെയ്യുക, അതുകൊണ്ട് അതോടൊപ്പം വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലങ്ങൾ ആക്കിയെടുക്കുക, അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വിനോദസഞ്ചാര മേഖലയിലേക്ക് വരും കാലങ്ങളിൽ നമുക്കുണ്ടാകുന്നത് ഏറ്റവും നല്ല നമ്മുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് തന്നെ വിനോദസഞ്ചാരമാണ്. വിനോദ മേഖലയിൽ നിന്നാണ് നമുക്ക് സാമ്പത്തികം പഞ്ചായത്തുകൾക്കൊക്കെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിൽ ഏറ്റവും ഉള്ളടക്കമുള്ള ഒന്നാണ്, ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സമീപപ്രദേശമുള്ളതിൽ ഏറ്റവും നല്ല പ്രദേശമാണ് നമ്മളുടെ ത്രിവേണി സംഗമം. അത് തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്കത് പ്രവർത്തിച്ചെടുക്കണം. അതിനുവേണ്ട പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യും. മൂലമരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ഒഴുകുന്ന ടെയിൽറസ് കനാൽ വഴിയാണ് പവർ ഹൗസിലെ വെള്ളം ത്രിവേണി സംഗമത്തിലെത്തുന്നത്. വേനൽക്കാലത്തും മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതോൽപാദനം നടക്കുന്നതിനാൽ വർഷത്തിൽ എല്ലാ ദിവസവും ത്രിവേണി സംഗമം ജലസമൃദ്ധമായ കാഴ്ചയാണ് ഒരുക്കുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ കൂടുതൽ ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. ഇടുക്കി ജില്ലയിലെ തന്നെ അറക്കുളം പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ത്രിവേണി സംഗമം ഇന്ന് ടൂറിസ്റ്റുകളെ ഏറെ ആകർഷിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുകയാണ്. നാച്ചാറും വലിയാറും പവർ ഹൗസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളവും ഉൽപ്പാദിക്കുന്ന കനാലും കൂടെ കൂടിച്ചേരുന്ന സ്ഥലത്തിനാണ് ത്രിവേണി സംഗമം എന്ന് അറിയപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് അതിന് ദിശാ ബോർഡുകളും അതിനനുബന്ധിച്ചുള്ള ഒരു സൈൻ ബോർഡുകളും ഇവിടെ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എൻ്റെ ഈ പിന്നിൽ കാണുന്നതാണ് AKG തൂക്കുപാലം. മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് 500 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ വാഗമൺ ടൂറിസ്റ്റുകൾക്കൊക്കെ എത്തിച്ചേരാനായിട്ട് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു സ്ഥലമാണിവിടെ. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികൃതരും ഇടപെട്ട് പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ സമരം സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ഉടുമ്പന്നൂർ ഉദ്ഘാടനം ചെയ്തു. സമരത്തിന്റെ ഭാഗമായി അടിമാലിയിൽ പ്രക്ഷോഭ റാലിയും സംഘടിപ്പിച്ചു. കേരളത്തിലെ വാഹനങ്ങളുടെ RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും അച്ചടി നിർത്തിവെച്ചുകൊണ്ട് വാഹന വിപണിയെ തകർച്ചയിലേക്ക് സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തള്ളിവിടുന്നുവെന്നാരോപിച്ചാണ് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് ഇന്ന് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ സമരം സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ഉടുമ്പന്നൂർ ഉദ്ഘാടനം ചെയ്തു. RC ബുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ബിസിനസ് മേഖല തകർന്നിരിക്കുന്നു. പൊതുജനങ്ങൾ പ്രതിസന്ധിയിലാണ്, ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രതിസന്ധിയിലാണ്. അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജനങ്ങളും വളരെയധികം പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ്. അതർ സ്റ്റേറ്റുകളിലേക്ക് ഒരു ടാക്സി വാഹനത്തിന് ഓട്ടം പോകാനോ അല്ലെങ്കിൽ ഒരു പെർമിറ്റ് എടുക്കുവാനോ ലോറികൾക്കാണെങ്കിലും ചരക്ക് വാഹനങ്ങൾക്കാണെങ്കിലും എന്ത് സംവിധാനത്തിനാണെങ്കിലും ഇല്ലാത്തൊരവസ്ഥയാണ് നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറുള്ള വാഹനങ്ങൾക്ക് നമ്മൾക്കൊരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഒരു ഇൻഷുറൻസ് കിട്ടുവാനോ ക്ലെയിം ചെയ്യുവാനോ സാധിക്കാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ നടത്തുന്നത് സർക്കാരിന് എതിരായിട്ടോ മോട്ടോർ വാഹന വകുപ്പിന് എതിരായിട്ടോ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലോ അല്ല. ഞങ്ങളത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഒരു വശവും ഇല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്കെന്നല്ല പൊതുജനങ്ങൾ വീർപ്പുമുട്ടിരിക്കുകയാണ്. കേരളത്തിലെ വാഹനങ്ങളുടെ RC ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി നിലച്ചിട്ട് മാസങ്ങളായി. ഇത് വാഹന വിപണിയെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. 4 ലക്ഷത്തോളം RC ഡ്രൈവിംഗ് ലൈസൻസുകളാണ് അച്ചടിക്കാതെ കിടക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ടവർ ഉടനടി പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും സമരത്തിൽ സംസാരിച്ചവർ പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി അടിമാലിയിൽ പ്രക്ഷോഭ റാലിയും സംഘടിപ്പിച്ചു. പ്രതിഷേധ പ്രകടനം ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു. അസോസിയേഷൻ ഭാരവാഹികളായ MM നവാസ്, അസീബ് പാറേക്കാട്ടിൽ, ജിജിൻ VJ, അബ്ദുൾ അസീസ് അമ്പഴച്ചാൽ, ചാക്കോ VJ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. നിസ്സാരമായി ചില ഇല്ലായ്മകൾ വിലമതിക്കാനാവാത്ത വിജയത്തിലേക്ക് എത്തിച്ച
മഹാന്മാരുടെ ജീവിതം പോലെയാണ് രതീഷിന്റെ ജീവിതത്തിലും നടന്നത്. ത്രെഡ് ആർട്ട് എന്ന ചിത്രകലാ സങ്കേതം കഴിഞ്ഞ വർഷം ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെട്ടതോടെയാണ് രതീഷിന്റെ ചിന്തകൾ ആ വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങിയത്. നിസ്സാരമായ ചില ഇല്ലായ്മകൾ വിലമതിക്കാനാകാത്ത വിജയത്തിലേക്ക് എത്തിച്ച മഹാന്മാരുടെ ജീവിതം പോലെയാണ് രതീഷിന്റെ ജീവിതത്തിലും നടന്നത്. ത്രെഡ് ആർട്ട് എന്ന ചിത്രകലാ സങ്കേതം കഴിഞ്ഞ വർഷം ഫേസ്ബുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെട്ടതോടെയാണ് രതീഷിന്റെ ചിന്തകൾ ആ വഴിക്ക് സഞ്ചരിച്ചു തുടങ്ങിയത്. വീഡിയോയിൽ കണ്ട ആളെ കൊണ്ട് ഒരു ചിത്രം ചെയ്യിക്കുക എന്നതായിരുന്നു ആഗ്രഹം. അയാളോട് ചോദിച്ചപ്പോൾ ഒരു ചിത്രം ചെയ്യാൻ 16,500 രൂപ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത്രയും തുക കയ്യിലില്ലാതിരുന്നതിനാൽ നിരാശയോടെ മടങ്ങി. ത്രെഡ് ആർട്ട് പഠിക്കാനായി ഗുരുക്കന്മാരെ കണ്ടെങ്കിലും വൻതുക ഫീസ് പറഞ്ഞതോടെ അതും ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് യൂട്യൂബിലൂടെ പരതി നടക്കുമ്പോൾ മുന്നിലേക്ക് വന്ന ഒരു വീഡിയോ വീണ്ടും പ്രതീക്ഷയ്ക്ക് നൂൽപ്പാക്കി. വീഡിയോയുടെ സഹായത്തോടെ രാപ്പകൽ പഠിച്ചു. നിർത്താതെയുള്ള പരിശ്രമം രതീഷിനെ ത്രെഡ് ആർട്ടിൽ വിദഗ്ധനാക്കി. ഒട്ടേറെ ചിത്രങ്ങളാണ് രതീഷ് ത്രെഡ് ആർട്ടിൽ തീർത്തത്. ഒരു ചിത്രം തീർക്കാൻ 4 മുതൽ 5 കിലോമീറ്റർ നൂൽ വേണമെന്ന് രതീഷ് പറയുന്നു. ഞാൻ നൂലുകൊണ്ടുള്ള ചിത്രം, അതായത് ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോ ഇങ്ങനെ ഈ നൂലുകൊണ്ട് ചിത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പം എനിക്ക് ഒരു ആഗ്രഹം തോന്നി. അത് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതില് ഒരു പയ്യന്റെ വീഡിയോ. അപ്പൊ പറഞ്ഞു ഒരു ചിത്രം, ആ പുള്ളിക്കാരന്റെ ഒരു ചിത്രം ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോഴത്തേക്ക് 12,000 രൂപ 16,000 രൂപ അങ്ങനെ വലിയ റേറ്റാ പറയണം. അപ്പൊ ആള് തന്നെ ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരും ഭയങ്കര റേറ്റാ പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ എന്താണേലും ഇതൊന്ന് നോക്കാം, അങ്ങനെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അത് പറഞ്ഞ പോലെ ഫസ്റ്റിലേക്ക് മൊത്തം വിജയിച്ചൊന്നുമില്ല. കുറെയൊക്കെ പറഞ്ഞ പോലെ ഒരു 4 കിലോമീറ്ററോളം നൂലൊക്കെ ഒരു ചിത്രം പൂർത്തിയാവും. അതൊക്കെ മൊത്തം അഴിച്ച സമയമുണ്ട്. വീണ്ടും അങ്ങനെ ഒരു 3-4 വട്ടമൊക്കെ ചെയ്ത പിന്നെയാണ് ശരിയായത്. അങ്ങനെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ചെയ്യുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, ഉമ്മൻചാണ്ടി, നായനാർ, കലാഭവൻ മണി തുടങ്ങി ഒട്ടേറെ ത്രെഡ് ആർട്ട് ചിത്രങ്ങൾ രതീഷ് തയ്യാറാക്കിയിട്ടുണ്ട്. സിനിമാ പ്രേമിയായ രതീഷിന് മമ്മൂട്ടിക്കും മോഹൻലാലിനും താൻ ത്രെഡ് വർക്ക് ചെയ്ത ഒരു ചിത്രം നൽകാൻ താല്പര്യമുണ്ട്. കർഷകനായ രതീഷ് സരിഗമ ഗാനമേള ട്രൂപ്പിലും ഭജന സംഘത്തിലും പാടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴൊക്കെയും ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. മൂന്നാറിന്റെ പ്രവേശന കവാടമായ ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൗണുകളിൽ ഒന്നാണ് ആനച്ചാൽ. തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗതക്കുരുക്കാണ് ആനച്ചാൽ ടൗൺ നേരിടുന്ന വെല്ലുവിളി. വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൗണിൽ കുരുക്ക് മുറുകും. കാൽനട യാത്രികർക്കും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അഴിയാത്ത കുരുക്ക് വലിയ ബുദ്ധിമുട്ട് ജനിപ്പിക്കുന്നുണ്ട്. 2 സ്ഥലങ്ങളിലും ഒരു സർക്കിളാണ് ശരിക്കും പറഞ്ഞത്. ആലിഞ്ചോട്ടിലും വേണം, ഈ സെൻട്രൽ ജംഗ്ഷനിലും വേണം. തലങ്ങും വിലങ്ങും വിട്ട് പോലീസുകാർ തന്നെ മടുത്ത് പോവുക. വന്നു കഴിഞ്ഞാൽ ഒരു പോലീസുകാരൻ വന്നാൽ അദ്ദേഹം മടുത്ത് പോകുക. കാരണം പറഞ്ഞ് കേൾക്കുന്നില്ല, തലങ്ങും വിലങ്ങും വണ്ടി പോവുകയാണ്. ഒരു കാരണവശാലും 1 മണിക്കൂറാണ് ഇവിടെ 2 ബ്ലോക്ക് ചെയ്യുന്നത്. 8 ജംഗ്ഷനുണ്ട് ഇതിനിടയ്ക്ക് വരുന്നത്. ആനച്ചാലിൽ നല്ല 8 മുക്കെന്നാണ് ശരിക്കും ഇവിടെ പേര് വരേണ്ടത്. കാരണം ആ രീതിയിലാണ് ഇവിടെ ബ്ലോക്ക് വരുന്നത്. മണിക്കൂറുകളുള്ള ആടിറ്റി ജംഗ്ഷനിൽ നിന്ന് കയറുന്നു, മൂന്നാറിൽ നിന്ന് വരുന്നു, പിന്നെ ETC ജംഗ്ഷൻ. ഇപ്പോൾ ETC ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഈ പള്ളിയിൽ വിടുന്ന താടിയിൽ നിന്ന് കയറി വരുന്നു, തോക്കുപാറ ജംഗ്ഷനിൽ നിന്ന് വരുന്നു, ചെങ്കൽ ജംഗ്ഷനിൽ നിന്ന് വരുന്നു, ഇപ്പം നമ്മുടെ ആമക്കണ്ടം പ്രദേശത്ത് നിന്ന് വരുന്നു. ഇതെല്ലാം കൂടെ വന്നിട്ട് 1/2 കിലോമീറ്റർ ജംഗ്ഷനിലാണ് 8 ജംഗ്ഷനായിട്ട് വരുന്നത്. ഇവിടെ 2 ഒരു സർക്കിൾ വേണം, റോഡിന് വീതി വേണം. ഇത് ക്രമീകരിക്കാൻ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ആനച്ചാൽ ഇരുട്ടുകാനം, ആനച്ചാൽ 2-ാം മൈൽ, ആനച്ചാൽ മുതുവാൻകുടി റോഡുകൾ സംഗമിക്കുന്ന ടൗണിന് മധ്യഭാഗത്ത് പലപ്പോഴും വാഹനയാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ്. പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ടൗണിലൂടെ കടന്നു പോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട്. പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാണ്. തിരക്കേറുന്ന സമയങ്ങളിൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് ഒഴിയാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, ആനച്ചാൽ. വിവാഹ വാർത്ത. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി ഒളമറ്റം കണിയാമ്പറമ്പിൽ K. സലിംകുമാറിന്റെയും പരേതയായ സിന്ധുവിന്റെയും മകൾ ലക്ഷ്മിപ്രിയയും തൊടുപുഴ പൂവത്തിങ്കൽ റിജുവിന്റെയും ദീപയുടെയും മകൻ രോഹിത്തും വിവാഹിതരായി. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി ഒളമറ്റം കണിയാമ്പറമ്പിൽ K. സലിംകുമാറിന്റെയും പരേതയായ സിന്ധുവിന്റെ മകൾ ലക്ഷ്മിപ്രിയയും തൊടുപുഴ പൂവത്തിങ്കൽ റിജുവിന്റെയും ദീപയുടെയും മകൻ രോഹിത്തും വിവാഹിതരായി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാരായ KP അനിൽ, രാജൻ, J. ചിഞ്ചുറാണി,
GR പ്രസാദ്, റോഷി അഗസ്റ്റിൻ, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റിയം ഗോപകുമാർ, ജോസ് കെ മാണി MP, P സന്തോഷ് കുമാർ MP, പന്ന്യൻ രവീന്ദ്രൻ, KE ഇസ്മയിൽ, MLAമാരായ PJ ജോസഫ്, MM മണി, മാണി C കപ്പൻ, വാഴൂർ സോമൻ, A രാജ, മുല്ലക്കര രത്നാകരൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് K പ്രകാശ്, ബാബു, PP സുനീർ, KK ശിവരാമൻ, KK ജയചന്ദ്രൻ, CV വർഗീസ്, EM അഗസ്തി, അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, ജോയി വെട്ടിക്കുഴി, ജോസ് പാലത്തനാൽ, PC ജോസഫ്, അഡ്വക്കേറ്റ് S അശോകൻ, റോയ് K പൗലോസ്, TM സലീം, KMA ഷുക്കൂർ, P വസന്തം, കമല സദാനന്ദൻ, VB ബിനു, AP ജയൻ, KT ബിനു, KS അജി, PP സാനു, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KP ജയചന്ദ്രൻ, KK അഷറഫ്, മാവേലിക്കര LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, ഡോക്ടർമാർ, അഭിഭാഷകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പീരുമേട് തോട്ടം മേഖലയുടെ ചരിത്രത്തിൽ ആദ്യമായി 37 വർഷങ്ങൾക്ക് ശേഷം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിലെ 1987 ബാച്ച് SSLC വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. കുമളി ശിക്ഷക് സദനിൽ ഒത്തുചേർന്നവർ വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മകളും 37 വർഷത്തെ ജീവിതാനുഭവങ്ങളും പങ്കുവച്ചു. ഇവർക്ക് വിദ്യ പകർന്ന അധ്യാപകരും ഒപ്പം ചേർന്നപ്പോൾ പിന്നോട്ട് പോയത് ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ. ഈ ബാച്ചിലെ മരണപ്പെട്ട 5 പേരുടെ ഓർമ്മകൾ അല്പനേരം വേദനകൾ സമ്മാനിച്ചുവെങ്കിലും 37 വർഷത്തിന് ശേഷമുള്ള ഒത്തുചേരലിന്റെ നിമിഷങ്ങൾ സമ്മാനിച്ച ആനന്ദത്തിലാണ് അവർ മടങ്ങിയത്. പീരുമേട് തോട്ടം മേഖലയുടെ ചരിത്രത്തിലാദ്യമായി 37 വർഷങ്ങൾക്ക് ശേഷം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിലെ 1987 ബാച്ച് SSC വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയുടെ വരവോടുകൂടിയാണ് റീയൂണിയനുകൾ ട്രെൻഡായി മാറിയത്. ഇതോടൊപ്പമാണ് പീരുമേട് തോട്ടം മേഖലയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമായി 37 വർഷങ്ങൾക്ക് ശേഷം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിലെ 1987 ബാച്ച് SSC വിദ്യാർത്ഥികൾ ഒരുമിച്ചത്. പല പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും ശ്രദ്ധ ആകർഷിച്ചതോടെ ഇവർ 2019 തങ്ങളുടെ ബാച്ചിൽ ഉൾപ്പെട്ടവരെ ഉൾപ്പെടുത്തി ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് 66 പേർ ഉൾപ്പെട്ട SSC വിദ്യാർത്ഥികൾ ഒത്തുചേരലിന് ഒരുങ്ങിയത്. കുമളി ശിക്ഷക് സദനിലായിരുന്നു ഇവർ ഒരുമിച്ചത്. 37 വർഷങ്ങൾ തീർത്ത മാറ്റങ്ങൾ പരസ്പരം തിരിച്ചറിയുവാൻ പറ്റാത്ത ഇവരുടെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനായുള്ള വീഡിയോ പ്രദർശനം ശ്രദ്ധേയമായിരുന്നു. പേർ ഉൾപ്പെട്ട 1987 ബാച്ചിലെ 5 പേരുടെ വേർപാട് ഇവരിൽ അല്പനിമിഷം വേദനകൾ സമ്മാനിച്ചുവെങ്കിലും പിന്നീടുള്ള നിമിഷങ്ങൾ തങ്ങളുടെ വിദ്യാഭ്യാസ കാലത്തെ ഓർമ്മകളിലേക്ക് കടക്കുകയായിരുന്നു. ഇവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നടന്ന പരിചയപ്പെടൽ വ്യത്യസ്തമായിരുന്നു. ആദ്യമെത്തിയാൾ നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ആളുടെ പേര് വെളിപ്പെടുത്താതെ സ്വഭാവമോ കാഴ്ചപ്പാടോ വെളിപ്പെടുത്തി സഹപാഠികളെ കൊണ്ട് തന്നെ തിരിച്ചറിയിച്ച് വേദിയിലേക്ക് ആനയിക്കുകയും തന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി ഇപ്പോഴത്തെ ജീവിത സാഹചര്യവും വിസ്തീർണിച്ച ശേഷം 1987 SSC ബാച്ച് ഒരുക്കിയ ഉപഹാരം ഏറ്റുവാങ്ങി മടങ്ങുന്ന രീതിയിലായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഇവരുടെ പരിചയപ്പെടുത്തൽ അവലംബിച്ചത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വേർപെട്ടുപോയ തങ്ങളുടെ സഹപാഠികളുടെ കുടുംബാംഗങ്ങളുടെ ഓർമ്മ പങ്കുവയ്ക്കൽ ചടങ്ങിന് അല്പം വേദന പകരുന്നതായിരുന്നു. ஃபேஸ்புக் பார்த்த உடனே அவங்க பயங்கர ஹாப்பியாக இருப்பாங்க எப்பவும். ஆனால் எல்லாரும் சார்மார் ரொம்ப சாரெல்லாம் பேசுவாங்க. நாகர்கோயிலில் இருக்கு எல்லாம் ஒரு நல்ல காரியமாக இருந்தாலும் எல்லாம் பேசுவாங்க. அப்போ ஏன்ட்டு ஒரு தடவை சொல்லியிருக்கிறாங்க, இது மாதிரி நான் காலேஜில் ரீயூனியனுக்கு போகிறப்பெல்லாம் சொல்லுவாங்க, ஐயோ எனக்கு இது மாதிரி ஒரு ரீயூனியன் தொடங்கணும் அப்படின்னு சொல்லிட்டு அவங்க மனசில் அன்னைக்கே இருந்துச்சு.
ഉച്ചയ്ക്ക് ശേഷം വിദ്യ പകർന്നു നൽകിയ അധ്യാപകർ കൂടി എത്തിച്ചേർന്നതോടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവരുടെ 37 വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകളിലേക്ക് നീങ്ങി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പലയിടങ്ങളിലായി തങ്ങളെ കാണുന്ന ശിഷ്യർ തങ്ങൾക്ക് നൽകുന്ന ബഹുമാനത്തിലും ആദരവിലുമാണ് തങ്ങൾ ലഭിക്കുന്ന പ്രതിഫലം അടങ്ങിയിരിക്കുന്നതെന്നും അധ്യാപകർ പറഞ്ഞു. തുടർന്ന് അധ്യാപകരായ എം ആന്റണി, ദുരൈരാസു, സുമതി, ടോമി, വിൽസൺ സാമുവൽ, രാജൻ എന്നിവരെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ ആദരിച്ചു. 10ാം ക്ലാസ് കാലഘട്ടത്തെ ഓർമ്മകൾ പങ്കുവച്ചും ഇപ്പോഴത്തെ ജീവിത നിമിഷങ്ങൾ പരസ്പരം അറിയിച്ചും തങ്ങൾക്കൊപ്പം എത്തിയ മക്കളെയും കൊച്ചുമക്കളെയും പരിചയപ്പെടുത്തിയും ഫോട്ടോകൾ ഫോണിൽ പകർത്തിയുമുള്ള നിമിഷങ്ങൾക്ക് ശേഷം സ്നേഹവിരുന്നോടുകൂടിയാണ് ഇവർ പിരിഞ്ഞത്. 1987 ബാച്ച് കൂട്ടായ്മ പ്രസിഡന്റ് കെ അൻപുശേഖർ, സെക്രട്ടറി സത്യശീലൻ, ട്രഷറർ കുമാർ, വൈസ് പ്രസിഡന്റ് നടരാജൻ, ജോയിന്റ് സെക്രട്ടറി എം രാമു, മറ്റ് ഭാരവാഹികളായ സി ആന്റണി, തങ്കതുരൈ, മണികണ്ഠൻ, സ്വാമിദാസ്, റാണി മരിയ, എഫ് സി റാണി തുടങ്ങിയവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് നേതൃത്വം നൽകി. BBC ന്യൂസ്, കുമളി. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യ നീക്കം നിലച്ചു. വീടുകളിൽ നിന്ന് ശേഖരിച്ച ടൺ കണക്കിന് മാലിന്യങ്ങളാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിച്ച ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് പൊതു ശൗചാലയത്തിന് ചുറ്റും സൂക്ഷിച്ചിരിക്കുന്നത്. ഇതുമൂലം പൊതുജനങ്ങൾക്ക് ശൗചാലയത്തിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. മാലിന്യം നീക്കം ചെയ്യേണ്ട സർക്കാർ ഏജൻസിയായ ക്ലീൻ കേരള മാലിന്യം നീക്കം ചെയ്യാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യം ചാക്കിൽ കെട്ടി കൂട്ടിയിട്ടിരിക്കുകയാണ്. പഞ്ചായത്ത് അധികാരികൾ നിരവധി തവണ മാലിന്യം നീക്കം ചെയ്യണമെന്ന് ഏജൻസിയെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഗ്രീൻ കേരള ഇതിവിടെ നിന്ന് ഈ സാധനം കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ വളരെ ബുദ്ധിമുട്ടും അതിൻ്റെ നാറ്റവും എല്ലാം ഈ നാട്ടുകാർ സഹിക്കേണ്ട ഗതികേടിലാണ് എത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനുള്ള സത്വര നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശേഖരിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. കരിങ്കുന്നത്തും സമീപ പ്രദേശങ്ങളിലും പൊതുജനങ്ങൾക്ക് ഭീതി വിതച്ചുകൊണ്ട് 1 മാസത്തിലേറെയായി വിഹരിക്കുന്ന പുലികളെ പിടിക്കുന്നതിൽ സർക്കാരും വനംവകുപ്പും കാണിക്കുന്ന അനാസ്ഥയ്ക്കും മെല്ലെപ്പോക്കിനും എതിരെ AAP കരിങ്കുന്നം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗവും കരിങ്കുന്നം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും നടത്തി. പ്രതിഷേധ യോഗം കരിങ്കുന്നം പഞ്ചായത്ത് മെമ്പർ ബീന കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കരിങ്കുന്നത്തും സമീപ പ്രദേശങ്ങളിലും പൊതുജനങ്ങൾക്ക് ഭീതി വിതച്ചുകൊണ്ട് 1 മാസത്തിലേറെയായി വിഹരിക്കുന്ന പുലികളെ പിടിക്കുന്നതിൽ സർക്കാരും വനംവകുപ്പും കാണിക്കുന്ന അനാസ്ഥയ്ക്കും മെല്ലെപ്പോക്കിനുമെതിരെ AAP കരിങ്കുന്നം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗവും കരിങ്കുന്നം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും നടത്തി. പുലികളെ എത്രയും വേഗം പിടികൂടി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക, കേന്ദ്ര സഹായം തേടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. പ്രതിഷേധ യോഗം കരിങ്കുന്നം പഞ്ചായത്ത് അംഗം ബീന കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കാര്യം അവരുകൊണ്ട് വനംവകുപ്പ് കൊണ്ട് ക്യാമറ സ്ഥാപിച്ചു, കൂട് സ്ഥാപിച്ചു. പക്ഷേ ജനങ്ങളെ ഭീതിയിലാക്കിയ പുലിയെ ഇതുവരെയും പിടിക്കുവാൻ സാധിച്ചിട്ടില്ല. കാരണം കൂടുതൽ ക്യാമറ സ്ഥാപിക്കുക, കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുക, പിന്നെ RRTയെ നിയോഗിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞാൻ ഇന്ന് രാവിലെ ഒരു ചേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്ന ചേട്ടനാണ്. ആ ചേട്ടന്റെ ഭാര്യ റബ്ബർ വെട്ടിയാണ് അവർ ജീവിക്കുന്നത്. ആ ചേട്ടൻ പറയാ, കൊച്ച ഇങ്ങനെ തുടങ്ങിയാലോ, റബ്ബർ വെട്ടാൻ പോകുന്നില്ല ചേച്ചി പേടിച്ചിട്ട്. കാരണം എങ്ങനെ പോകും, വെളുപ്പിനെ പോയി റബ്ബർ വെട്ടാൻ പോകുന്നത് എങ്ങനെയാ? അപ്പൊ ആ ചേച്ചി റബ്ബർ വെട്ടാൻ പോലും പോകുന്നില്ല. അവർ ജീവിക്കാൻ മാർഗമില്ലാത്തവർ. അവർ പഠിച്ചു കൊച്ച ഇങ്ങനെ പോയി ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണ്, അത് ഒരാളുടെ അനുഭവമാണ്. ഇങ്ങനെയാണ് പലരുടെയും അവിടെയുള്ള പലരുടെയും അനുഭവങ്ങൾ. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഇതൊരു സർക്കാരിന്റെ അനാസ്ഥ തന്നെയാണ്. കാരണം നമ്മുടെ ഞങ്ങൾ പഞ്ചായത്തിന് മീറ്റിംഗ് കൂടി അവര് തീരുമാനം എടുക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാര്യക്ഷമമായി നടപ്പിലാകുന്നില്ല. മീറ്റിംഗ് കൂട് സ്ഥാപിക്കുക എന്നുള്ളതല്ലാതെ 2 കൂടെ സ്ഥാപിച്ചിട്ടുള്ളൂ. ആവശ്യമായ കൂട് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. അതുപോലെ തന്നെ RRTയെ നിയോഗിക്കുക എന്നാണ് ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചതാണ്. അതും ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനെതിരെയാണ് നമ്മുടെ ഈ പ്രതിഷേധം. തൊടുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി മായ ബാബു, കരിങ്കുന്നം മണ്ഡലം പ്രസിഡന്റ് ബിബി പൈമ്പള്ളി, ജെറി തട്ടാമറ്റത്തിൽ, ജിയോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. പൊതുജനങ്ങളിൽ നിന്നും ഈ വിഷയത്തിൽ ഒപ്പുശേഖരണം നടത്തുകയും നിവേദനം എത്രയും പെട്ടെന്ന് കളക്ടർക്കും വനംവകുപ്പ് മന്ത്രിക്കും നൽകുവാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. തൊടുപുഴ ഡീപോൾ ഇന്റർനാഷണൽ അക്കാദമിയിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ ഉദ്ഘാടനം നടന്നു. വിൻസെൻഷ്യൽ കോൺഗ്രിഗേഷൻ കോട്ടയം പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ ഫാദർ ജിൽസൺ കക്കാട്ടുപള്ളിൽ മുഖ്യാതിഥിയായിരുന്നു. തൊടുപുഴ ഡീപോൾ ഇന്റർനാഷണൽ അക്കാദമിയിൽ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ് ആരംഭിച്ചു.
ഫാദർ ജിൽസൺ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴയ്ക്ക് ഈ കോഴ്സ് ഒരു അനുഗ്രഹം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ കോട്ടയം പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ റവറന്റ് ഫാദർ ജിൽസൺ കക്കാട്ടുപള്ളിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡിപോൾ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ ആശംസ നേർന്നു. ഡിപോൾ അക്കാദമി ഡയറക്ടർ ഫാദർ വിനോദ് ഫെസിലിറ്റിയെ യോഗത്തിൽ പരിചയപ്പെടുത്തി. മോണ്ടിസോറി TTC വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പുതിയ ബാച്ചിലേക്ക് ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ 8078521512 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജർമ്മൻ ലാംഗ്വേജ് കോഴ്സ്, മ്യൂസിക്, ഡാൻസ്, കരാട്ടെ എന്നിവയും ഡിപോൾ ഇന്റർനാഷണൽ അക്കാദമിയിൽ പഠിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിലെ ആയുർവേദ മെഡിക്കൽ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉടുമ്പൻചോലയിൽ തുടങ്ങുന്ന ആയുർവേദ മെഡിക്കൽ കോളേജ് അന്താരാഷ്ട്ര നിലവാരമുള്ള മികവിന്റെ കേന്ദ്രമാക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തെ തകർക്കാൻ സാമൂഹ്യ വിരുദ്ധ സംഘം നീക്കം നടത്തുന്നതായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സഞ്ചാരികൾക്ക് മനം നിറയ്ക്കും കാഴ്ചവിരുന്നൊരുക്കുന്ന മൂലമറ്റം ത്രിവേണി സംഗമവും തൂക്കുപാലവും ടൂറിസം സ്പോട്ടായി വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴൊക്കെയും ആനച്ചാൽ ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.